പോരാടാൻ ഒറ്റയ്ക്കേയുള്ളൂ. തോറ്റുമടങ്ങാൻ മേമോൾക്ക് മനസ്സില്ല. സ്വയം നിയമ പോരാട്ടം നടത്തി തന്റെ അവകാശം നേടിയെടുത്ത കോതമംഗലം സ്വദേശിനി സമൂഹത്തിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാകുന്നു. കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ പി ഡേവിസ് ആണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയം നേടിയത്. വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനം വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി മെയ്മോൾ 1.5 വർഷമാണ് അഭിഭാഷകരില്ലാതെ പോരാടിയത്. പക്ഷെ ആന ആക്രമിച്ചു നമുക്ക് നിലനിൽപ്പ് പ്രശ്നമായി വന്നു. മണ്ണ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ജീവൻ പോകുന്നുള്ള പ്രശ്നം വന്നു. ഓൾറെഡി അപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പം മരിച്ചതിന് ശേഷം അമ്മയുടെ ക്യാൻസറും കൂടെ ആകുമ്പോൾ ഞങ്ങൾ പിന്നെ അനാഥരായി പോകില്ലേ, മണ്ണും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് ഭൂമി കൊടുക്കുന്നത്. പക്ഷെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് വനം വകുപ്പ് എന്റെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടായില്ല. ഞാൻ ജനാധിപത്യ രീതിയിൽ പോകേണ്ട എല്ലാ മാർഗങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പല രീതികളും ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കാര്യം മുന്നോട്ടേക്ക് വന്നത്. കേരള ഹൈക്കോടതിയിലേക്ക് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ കേരള ഹൈക്കോടതിനെയാണ് പോകുക. അപ്പൊ ഞാൻ വിചാരിച്ചു കേരള ഹൈക്കോടതിയിലും കൂടെ പോകാൻ. കാരണം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ആന ചവിട്ടി കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കേരള ഹൈക്കോടതി അറിയണം. ഒരു പെങ്കൊച്ച് ആന ചവിട്ടി ചാകുന്നതിന് മുന്നേ കേരള ഹൈക്കോടതിയിൽ വന്നിരുന്നു, അവകാശത്തിന് വേണ്ടി പോരാടിയിരുന്നു. എന്നിട്ടും കേരള ഹൈക്കോടതിയും ജനാധിപത്യ വ്യവസ്ഥയും കേട്ടിട്ടില്ല. എന്നിട്ടാണ് ഈ മരിച്ചു കിടക്കുന്നത്, ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നത് എന്നുള്ളത് അറിയണമെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമ്മുടെ കോതമംഗലത്തൊക്കെ ആളുകളെ ആന ചവിട്ടി കൊല്ലുകയാണ്. അപ്പൊ സമരങ്ങൾ എല്ലാവരും, സമരം മുറകൾ എല്ലാ രീതികളും എല്ലാ കർഷകരും നോക്കിയിട്ടും അവർ തോറ്റിരിക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് കേരള ഹൈക്കോടതിയിൽ പോകുന്നത്. കേരള ഹൈക്കോടതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ചെല്ലുന്നു, നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അല്ല. നമ്മൾ ചെല്ലുന്നു, പറയുന്നു, കാര്യം നടക്കുന്നു, പോരുന്നു, അങ്ങനെയല്ല സംവിധാനം. അതിലൊരു രീതിയുണ്ട്. ആ രീതിക്ക് ഞാൻ ആദ്യം പോയതൊരു വക്കീലിനെ കണ്ടു. വക്കീലിന്റെ ഫീസ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ കെൽസയിൽ പോയി. നമുക്ക് നിയമസഹായം തരുന്ന ഒരു സംവിധാനമാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റി, കെൽസ. ഞാൻ കെൽസയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു, തനിക്ക് ഇത്രയും ഞങ്ങളോട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരെ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരെ കോടതിയിൽ എത്തിച്ചുകൂടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ അവര് ഒരു മാതൃക, ഒരു കേസ് ഫയലിന്റെ ഒരു മാതൃക എനിക്ക് അയച്ചു തന്നു. ഇങ്ങനെയാന്ന് പറഞ്ഞു. അതായത് കേസ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കാൻ ഒരു സിനോപ്സിസ് വേണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് വേണം, ഗ്രൗണ്ട്സ് വേണം, പ്രെയർ വേണം, ആൻഡ് ദെൻ എക്സിബിറ്റുകൾ വേണം. എക്സിബിറ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് തെളിവുകളായിട്ട് ഹാജരാക്കണം. എക്സിബിറ്റ് എന്നുള്ളത് തെളിവാണ്. ഇങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് വെച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ അപേക്ഷിക്കുന്നു, ഇപ്പൊ തന്നെ ശരിയാകുമെന്ന് വിചാരിച്ചു. പക്ഷെ 22ഓളം ഡിഫക്റ്റുകൾ പറഞ്ഞ് കോടതി അത് ഫയലിൽ സ്വീകരിച്ചില്ല. സ്ക്രൂട്ടിനി ഡിപ്പാർട്ട്മെന്റ് അത് തള്ളി. പക്ഷേ എൻ്റെ ഒരു സ്വഭാവ രീതിയാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ന്യൂനത, വൈകല്യം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്മാറില്ല. അപ്പൊ 22 ഡിഫക്റ്റ് വരുമ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 22 ഡിഫക്റ്റ് ഒക്കെ വരുമ്പോ സാധാരണ ഒരു മനുഷ്യൻ പിന്മാറും എന്നാ പറയാം. പക്ഷെ ഞാൻ 22 ഡിഫക്റ്റും കറക്റ്റ് ചെയ്തതിന് ശേഷം കേരള ഹൈക്കോടതിയിൽ എത്തിച്ചു. വനം വകുപ്പ് ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങളെ ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ച് ജയിച്ച സന്തോഷത്തിലാണ് PhD വിദ്യാർത്ഥിനി കൂടിയായ മെയ്മോൾ. ഹർജിക്കാരിക്ക് അർഹതയുള്ള 45 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായി നൽകിയത് 22.5 ലക്ഷം രൂപ കഴിച്ചുള്ള തുക 2 ആഴ്ചക്കകം ഹൈക്കോടതിയിൽ കെട്ടിവയ്ക്കാനാണ് കഴിഞ്ഞ 18-ന് ഉത്തരവിട്ടത്. പിതാവ് മരിച്ചതിനെ തുടർന്ന് മെയ്മോളും സഹോദരനും മാതാവ് മോളിയുമായിരുന്നു മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ഭൂമിയിൽ താമസിച്ചിരുന്നത്. ചരിത്രത്തിലും ആർക്കിയോളജിയിലും ബിരുദാനന്തര ബിരുദവും നെറ്റും വിജയിച്ച തനിക്ക് മാതാപിതാക്കൾ നൽകിയ ഉന്നത വിദ്യാഭ്യാസമാണ് നിയമ പോരാട്ടത്തിന് ശക്തി നൽകിയതെന്ന് മെയ്മോൾ പറഞ്ഞു. ആദ്യം വന്നത് WPC റിട്ട് പെറ്റീഷൻ ആയിരുന്നു. റിട്ട് പെറ്റീഷൻ 21652/2024 എന്ന് പറഞ്ഞൊരു കേസ്. അതിൽ വിധി വന്നു, എന്റെ ഭൂമി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് വനം വകുപ്പ് തള്ളിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു, സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അടുത്ത WPC ഫയൽ ചെയ്തു. അത് വനം വകുപ്പ് വിധി ഇങ്ങനെയായിരുന്നു, 3 മാസത്തിനുള്ളിൽ പരാതിക്കാരിയുടെ ഭൂമി വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ട് അതിന് ഉള്ള നഷ്ടപരിഹാര തുക കൊടുക്കണം എന്നുള്ളത്. ആ വിധി വന്നത് ജൂലൈ 2025 ജൂലൈ 9, 2024 ആ വിധി വന്നു. 3 മാസം കഴിഞ്ഞു, 5 മാസവും കഴിഞ്ഞു. വനം വകുപ്പ് അത് പാലിച്ചില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. കോടതിയലക്ഷ്യ കേസിലൊരു ഉത്തരവ് വന്നു, 60 ദിവസത്തിനകം നഷ്ടപരിഹാര തുക കൊടുക്കണം എന്നുള്ളത്. അതും വനം വകുപ്പ് പാലിച്ചില്ല. അതിനുശേഷം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും പോയി. അങ്ങനെ ഒരു നിസ്സാരമായൊരു രാത്രി ആയിരുന്നില്ല. 3 WPC, 2 കോടതിയലക്ഷ്യ കേസ്, ഒരു റിവ്യൂ പെറ്റീഷൻ. കാരണം ഒരു വിധി വന്നത് കോടതിയലക്ഷ്യ കേസിന്മേൽ വന്ന വിധിനെ എതിർകക്ഷികൾ പുനർപരിശോധന ഹർജി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവസാനമായിട്ട് ഇപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്ന
ആ വിധി അതിന്റെ വാദം നടന്നത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലാണ്. ആ വിധി ഇങ്ങനെയാണ്, അപ്പീൽ പോയതാണ്. അത് പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പ് പരാതിക്കാരിയായ എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും കോടതിയിൽ കെട്ടിവെക്കണം. അത് കണ്ട് പരാതിക്കാരി ബോധ്യപ്പെട്ടതിന് ശേഷം വനം വകുപ്പിലേക്ക് ഈ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രൊജക്ടിന് കുറച്ച് മാർഗനിർദ്ദേശ രീതികളുണ്ട്. അതായത് നമ്മൾ ഭൂമി കൊടുക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചതിന് ശേഷം നമ്മൾ DFOയുമായിട്ട്, നമ്മുടെ അടുത്തുള്ള DFOയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിടണം. നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം നമ്മൾ ഭൂമി എഴുതി കൊടുക്കും എന്നുള്ളത്. അങ്ങനെ എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം നമുക്ക് ആദ്യഘട്ട പൈസ കിട്ടും. നമുക്ക് കുറച്ച് രീതികളൊക്കെ ഉണ്ട്. നഷ്ടപരിഹാര തുകയ്ക്ക് ഉള്ള രീതികളൊക്കെ ഉണ്ട്. നഷ്ടപരിഹാര തുകകൾ അനുവദിക്കാൻ കുറച്ച് മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് പ്രകാരം നമുക്ക് പൈസ കിട്ടും. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.